തമിഴ്നാട്ടിലും മഴ കുറഞ്ഞതോടെ ഇത്തവണ മലയാളികളുടെ ഓണപ്പൂക്കളം ചെലവേറും. തേനി ജില്ലയിലെ ശിലയംപെട്ടി ഗ്രാമത്തിലെ പൂ മാർക്കറ്റുകൾ ഇപ്പോഴും സജീവമായിട്ടില്ല. മഴ ചതിച്ചതോടെ ഉൽപ്പാദനം പകുതിയിൽ താഴെയായി എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇടുക്കിയുടെ അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൂപ്പാടങ്ങളുള്ള ഗ്രാമമാണ് ശീലയംപെട്ടി. കേരളത്തിലെ വ്യാപാരികളും ഓണാഘോഷം സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ശീലയംപെട്ടി പൂ മാർക്കറ്റിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ മഴ ചതിച്ചു. ഉൽപാദനം പകുതിയായി കുറഞ്ഞു. തമിഴ്നാട്ടിലെ മാർക്കറ്റിൽ വിൽക്കുന്നവ ഇടുക്കിയിലെത്തുമ്പോൾ 200 രൂപ മുതൽ 300 രൂപ വരെ വിലയും വർദ്ധിക്കും. பூ விலை இங்கேயே பெரிய டிமாண்டாக இருக்குது. இங்கேயே பூ உற்பத்தி குறைவுனால கிடைக்கக்கூடிய பூவை ஆளுகள்லாம் வாங்கிட்டு போயிட்டு இருக்காங்க. அதனால் இந்த தடவை மகசூல் கம்மினால விவசாயிகள் பெரிய பாதிப்பு ஏற்பட்டிருக்கு. அதே மாதிரி காய்கறியிலையும் மிகப்பெரிய பாதிப்பு, காய்கறி விலை இதெல்லாமே கூடி இருக்குது. விளைச்சலில் மிகப்பெரிய குறைபாடு இருக்குது. இதுதான் இந்த தடவை ஓணத்துக்கு இங்கே தமிழ்நாட்டிலிருந்து பூ குறைவான முறையில் கொடுக்க முடியுது. இல்லைன்னா இதுக்கு முன்னாடிலாம் பூ நிறையா பூ இங்கேருந்து ஏற்றுமதி ஆகும், நல்ல விலைக்கு பூ வித்துட்டு இருந்துச்சு. இதெல்லாம் விலை கூடுதலாக இருந்தாலும் பூ உற்பத்தி கம்மியானனால பூ நம்ம தேவைகளவு கொடுக்க முடியல. இங்கேயே மிகப்பெரிய டிமாண்டாக இருக்குது. பூ அடிச்சு பிடிச்சி എല്ലാവരും വാങ്ങിയിട്ട് പോയിട്ട് இருக்காங்க. ഓണമെടുത്തിട്ടും ശീലയംപെട്ടിയിലെ പൂ മാർക്കറ്റ് ഇപ്പോഴും സജീവമായിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്നതിനുള്ള ചെലവ് കൂടി കണക്കാക്കുമ്പോൾ ലാഭമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.